രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്ന ധീര സൈനികരെ ആദരിക്കുന്ന സ്മാരകം, ദേശീയ യുദ്ധസ്മാരകം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഡൽഹിയിലുള്ള വാർ മെമ്മോറിയലിലെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഡൽഹിയുടെ ഹൃദയഭാഗമായ ഇന്ത്യ ഗേറ്റ്, രാഷ്ട്രപതി ഭവൻ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്റ്റാച്യു, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വാർ മെമ്മോറിയലും സ്ഥിതി ചെയ്യുന്നത്. 2019 ഫെബ്രുവരിയിലാണ് ഈ സ്മാരകം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. രാജ്യസംരക്ഷണത്തിനായി ജീവൻ ത്യജിച്ച പോരാളികൾക്കുള്ള ആദരവാണ് ഈ ദേശീയ യുദ്ധസ്മാരകം. ഈ സ്മാരകം മഹാഭാരതത്തിലെ ചക്രവ്യൂഹത്തിനോട് സമാനമായാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വാർ മെമ്മോറിയലിലേക്ക് കടക്കുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ നമുക്ക് പല യുദ്ധങ്ങളുടെയും ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ വളരെ മനോഹരമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് അമർ ചക്ര. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ മരണമടഞ്ഞ സൈനികരുടെ സ്മരണയ്ക്കായി വെച്ച അമർ ജവാൻ ജ്യോതി ഈ സ്മാരകത്തിൻ്റെ ഉള്ളിലാണ്. അത് ആദ്യം ഇന്ത്യ ഗേറ്റിൻ്റെ ഉള്ളിലായിരുന്നു. അത് ഈ വാർ മെമ്മോറിയൽ പണിതപ്പോൾ അത് ഇങ്ങോട്ടേക്ക് മാറ്റി. അപ്പോൾ അതിനു വേണ്ടിയിട്ടും അവിടെ ഒരു സൈനികൻ എല്ലാ സമയവും കാവലുണ്ടാവും. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ത്യാഗചക്ര. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യസംരക്ഷണത്തിനും വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ പേരുകൾ സ്വർണ്ണലിപികളിൽ ആലേഖനം ചെയ്തിട്ടുള്ള ത്യാഗചക്ര. ഇത് ഒരു സർക്കിളിലാണ് ഇപ്പോൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്. 25,000-ൽ കൂടുതൽ ആളുകളുടെ പേരുകൾ ഇപ്പോൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നും. അതിലും കൂടുതൽ വിഷമം തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ കുറേ കാലിയാണ് സ്ഥലം. അപ്പോൾ ഇനിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരുടെയൊക്കെ പേരുകളായിരിക്കും ഇനി അവിടെ എഴുതേണ്ടി വരിക? അത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോയി. ഇതാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്റ്റാച്യു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.